ബോക്സ് ഓഫീസിൽ വൻ റാംപേജുമായി കുതിച്ചു പായുകയാണ് കൽക്കി 2980 സിനിമ. വിഷ്ണുവിൻ്റെ 10ാം അവതാരമായ കൽക്കിയെ ബേസ് ചെയ്ത് വന്ന ഈ സിനിമ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എൻഡിങ് ആൻഡ് മിഡ് ക്രെഡിറ്റ് സീനിനെ കുറിച്ചിട്ടടക്കം ഒരുപാട് സംശയങ്ങൾ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്, പ്രഭാസിന്റെ കഥാപാത്രമായി ഭൈരവ ശരിക്കും കർണന്റെ പുനർജന്മമാണെന്ന് അശ്വത്ഥമ അവസാനം തിരിച്ചറിയുന്നതാണ്. കർണന്റെ ആയുധമായി വിജയധനുഷ് ഭൈരവ വീൽഡ് ചെയ്യുന്നത് മൂലമാണ് കർണന്റെ പുനർജന്മമാണ് ഭൈരവ എന്ന് അശ്വത്ഥമാവ് മനസ്സിലാക്കുന്നത്. ഈ ആയുധം ശിവനാണ് സൃഷ്ടിച്ചത്. പിന്നീട് ശിവൻ ഇത് പരശുരാമന് കൊടുക്കുകയും പരശുരാമൻ തന്നെ ശിഷ്യന്മാരുടെ കർണൻ ഇത് നൽകുകയും ചെയ്യുന്നു. സിനിമ ഇറങ്ങും മുമ്പേ പ്രഭാസ് കൽക്കിയാകാം, അല്ലെങ്കിൽ കൽക്കിയുടെ പവർ പ്രഭാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാകാം, അതും അല്ലെങ്കിൽ കാശിയുടെ സംരക്ഷകനായ കാലഭൈരവനാകാം പ്രഭാസ് എന്നൊക്കെ തിയറികൾ ഉണ്ടായിരുന്നു. സിനിമയിൽ തന്നെ കാലഭൈരവന്റെ റെഫറൻസ് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവഞ്ച്വലി കർണനാണ് ഭൈരവ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സിനിമയിൽ ഒന്നെല്ലാം കർണന്റെ റെഫറൻസുകൾ ഉണ്ടെങ്കിലും നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു ഇത്. തുടക്കത്തിലെ ആനിമേഷൻ സീക്വൻസിൽ തന്നെ കർണന്റെ രഥം കാണിക്കുന്നുണ്ട്. അന്നേരം നമ്മളിത് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല, കാരണം മഹാഭാരതത്തിലെ കുറേ ഐക്കോണിക് സീൻസ് കാണിച്ചു പോകുന്നതാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചു. പക്ഷേ പിന്നീട് ഇന്റർവൽ സീനിൽ ഭൈരവ പിടിച്ചെടുത്തത് ഒരുപക്ഷെ ഇതേ രഥചക്രം തന്നെയാകാം. മാത്രമല്ല അതിനുമ്പോൾ ഒരു കൈനോട്ടക്കാരൻ വന്നിട്ട് ഭൈരവയോട് ഭാവി പ്രവചിക്കുന്ന കാർഡ് നോക്കുമ്പോൾ ഇതുവരെ കാണാത്തൊരു കാർഡാണ് അയാൾ കാണുന്നത്. അതിൽ സൂര്യൻ ജ്വലിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് ഡയറക്റ്റായിട്ട് കർണനെ റെഫർ ചെയ്തായിരുന്നു. ഭൈരവയാണ് കർണന്റെ പുനർജന്മം എന്ന് അശ്വത്ഥമാവ് തിരിച്ചറിയുന്നത്. കർണന്റെ ആയുധമായി വിജയധനുഷ് ഭൈരവയുടെ കയ്യിൽ കിട്ടുന്നതും അതുപോലെ കുറച്ച് നേരത്തേക്ക് ഭൈരവയുടെ കോൺഷ്യസ്നസ് മാറി അയാൾ കർണനായി മാറുന്നതും കണ്ടിട്ടാണ്. എന്നാൽ ബുജി ഡിസ്ട്രാക്ട് ചെയ്തതോടെ ഭൈരവ വീണ്ടും പഴയ സെൽഫിലേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ സുമതിയെ സുപ്രീം യാസ്കിന്റെ അടുത്ത് കൊണ്ടുപോയി 1 മില്യൺ യൂണിറ്റ് നേടാൻ വേണ്ടി അയാൾ വണ്ടിയിൽ കയറി പോകുന്നു. സിനിമയുടെ ട്രെയിലറിലാണെങ്കിലും ഏറ്റവും എൻഡിങ്ങിലാണെങ്കിൽ പോലും എടുത്തു കാട്ടുന്ന ഒന്നാണ് സൂര്യഗ്രഹണത്തിന്റെ ഈ വിഷ്വൽ. ജസ്റ്റ് ഒരു വിഷ്വൽ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അത് വെച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫൈനൽ റിവീലിന് ശേഷമാണ്. നിലവിലെ ഭൈരവയുടെ അവസ്ഥ സൂര്യഗ്രഹണം പോലെയാണ്. അയാളുടെ ഉള്ളിൽ കർണനുണ്ട്. എന്നാൽ കലിയെന്ന അന്ധകാരം മൂലം, അതായത് ആ ഒരു ഗ്രഹണം മൂലം ഇപ്പോൾ അത് പുറത്തേക്ക് വരുന്നില്ല. വിജയധനുഷ് കയ്യിൽ കിട്ടുമ്പോഴാണ് കുറച്ച് നേരത്തെങ്കിലും അത് പുറത്തേക്ക് വരുന്നത്. പക്ഷേ വീണ്ടും ഭൈരവ പഴയ പോലെ ആകുന്നു. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ കലിയെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലി എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നൊരു വില്ലൻ എന്നതിനേക്കാൾ ഉപരി എല്ലാവരുടെ ഉള്ളിലുള്ള തിന്മയാണ്. കലിയുഗത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ കലിയുണ്ട്. അതുപോലെ തന്നെ ഭൈരവയുടെ ഉള്ള കലി പുറത്തേക്ക് പോയാൽ മാത്രമാണ് സൂര്യഗ്രഹണം പോലെ ഡാർക്ക്നെസ് മാറി മുഴുവൻ സൂര്യനായി ജ്വലിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സിനിമയുടെ അടുത്ത ഭാഗത്ത് അശ്വത്ഥമാവ് തൻ്റെ പഴയ സുഹൃത്തായ കർണനെ ഭൈരവയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വലിയൊരു പ്ലോട്ട് പോയിന്റ് ആകാം. ഭൈരവ സുമതിയും കൊണ്ട് കോംപ്ലക്സിലേക്ക് പോകുന്ന എൻഡിങ്ങിന് ശേഷം നമുക്കൊരു മിഡ് ക്രെഡിറ്റ് സീനും കൂടെ കിട്ടുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കണ്ടെടുക്കുന്ന അർജുനന്റെ വില്ലായ ഗാണ്ഡീവം സുപ്രീം യാസ്കിന്റെ ചേംബറിലേക്ക് കൊണ്ടുവരുന്നു. സുമതിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കൽക്കിയുടെ ചെറിയൊരു പോർഷൻ സിറം യാസ്കിനിൽ കുത്തിവെക്കുന്നതിലൂടെ യാസ്കിൻ ആരോഗ്യവാനായി മാറുന്നു. ശേഷം ആർക്കും ഉയർത്താൻ കഴിയാത്ത ഗാണ്ഡീവം വില്ല് യാസ്കിൻ സ്വയം ഉയർത്തുന്നു. ഇനി ആരെയും അയക്കേണ്ട, താൻ തന്നെ നേരിട്ടിറങ്ങുകയാണെന്ന് യാസ്കിൻ പറയുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. ഇവിടെ വരുന്ന 2 ചോദ്യങ്ങളാണ്. ആദ്യത്തേത്, ആർക്കും ഉയർത്താൻ സാധിക്കാതെ ഗാണ്ഡീവം വില്ല് എങ്ങനെ യാസ്കിന്റെ ചേംബറിൽ എത്തിച്ചു എന്നാണ്. MCUവിൽ തോറിന് മിയോൾനിർ ആർക്കും കൈകൊണ്ട് ഉയർത്താൻ സാധിക്കില്ല. എന്നാൽ മിയോൾനിർ വെച്ചിരിക്കുന്ന സർഫസ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഒരുപക്ഷെ അത് തന്നെയാകാം ഇവിടെ ഗാണ്ഡീവത്തിനും ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്, സുപ്രീം യാസ്കിൻ എങ്ങനെ ഗാണ്ഡീവം വീൽഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. 200 വയസ്സുള്ള രാക്ഷസൻ എന്നാണ് സിനിമയിൽ സുപ്രീം യാസ്കിനെ വിശേഷിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു സാധാരണ ഹ്യൂമൻ ബോഡിക്ക് അത്രയും കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല. കാശിയിലുള്ളവർ സുപ്രീം യാസ്കിനെയാണ് ദൈവമായി കാണുന്നത്. ഒരുപക്ഷെ കാലഭൈരവൻ തന്നെയാകാം സുപ്രീം യാസ്കിൻ. കലി എന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ കാലഭൈരവനെ കലി ഹോസ്റ്റായി വെച്ചിരിക്കുന്നതാകാം. അപ്പോൾ ഇനി അടുത്ത സിനിമയിൽ സുപ്രീം യാസ്കിൻ തന്നെ കലിയുടെ പവർ മുഴുവനായി നേടിയെടുത്ത് മോസ്റ്റ് പവർഫുൾ ബീയിങ് ആകും ശ്രമിക്കുക. എന്നാൽ അശ്വത്ഥമാവും ശമ്പളയിലെ സംഘവും മറ്റ് ചിരഞ്ജീവികളും വന്നത് തടയുന്നതാകാം മെയിൻ പ്ലോട്ട്. അടുത്ത ഭാഗം തുടക്കത്തിൽ യാസ്കിനൊപ്പം ആകാം ഭൈരവ നിൽക്കുന്നെങ്കിലും അവസാനമാകുമ്പോഴേക്കും കർണന്റെ പുനർജന്മമാണ് താനെന്ന് ഭൈരവ സ്വയം തിരിച്ചറിയുകയും അതോടെ യാസ്കിനെതിരെ പോരാടുകയും ചെയ്യുമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമുണ്ട്. ആരാകും കൽക്കി? കൽക്കി എന്നാണ് യൂണിവേഴ്സിൻ്റെ പേര്. കൽക്കി അവതാരത്തെ സെൻറ്റർ ചെയ്താണ് ഈ യൂണിവേഴ്സിലെ മുഴുവൻ കഥയും മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൽക്കി ഇപ്പോഴും സുമതിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒരു കുഞ്ഞു മാത്രമാണ്. അപ്പോൾ ഒരു കുഞ്ഞടുത്ത പാർട്ടി ജനിച്ച് വളർന്നു വലുതായി സുപ്രീം യാസ്കിനെ തൊപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത്രയും വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ തന്നെ ഓൾറെഡി പ്രഭാസും അമിതാഭ് ബച്ചനും കമൽഹാസനും അങ്ങനെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർസാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഇവരെല്ലാം നിൽക്കുമ്പോൾ കൽക്കി എന്നൊരു സെൻട്രൽ ക്യാരക്ടർ, അതിലും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളായിരിക്കണം. അപ്പം അങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ച് പേരുടെ ഷാറൂഖ് ഖാനൊക്കെ മാത്രമാണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് അവർ പോകുമോ എന്നുള്ള ചോദ്യമാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കൽക്കി കുതിരപ്പുറത്തേരി വരും എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു സിംബലൈസേഷൻ മാത്രമാണ്, ലിറ്ററലി അങ്ങനെ നടക്കും എന്നല്ല. അപ്പോൾ അതുപോലെ തന്നെ കലിയെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ലിറ്ററലി കൽക്കി വന്നിട്ടൊരു ഫൈറ്റ് ചെയ്ത് കലിയെ ഇല്ലാതാക്കുന്നതാണോ? മറ്റൊരു വഴി ഉണ്ടായിക്കൂടെ? അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തിയറി മൈൻഡിലേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോൾ യൂണിവേഴ്സിൻ്റെ സെൻറ്റർ കൽക്കിയാണ്. ഇപ്പോൾ അശ്വത്ഥമ ആയിക്കോട്ടെ, സുപ്രീം യാസ്കിൻ ആയിക്കോട്ടെ, ശമ്പളയിലെ ജനങ്ങളായിക്കോട്ടെ, ഭൈരവ ആയിക്കോട്ടെ, എല്ലാവരും നമുക്ക് കണക്ട് ചെയ്യുന്ന കോമൺ ലിങ്ക് കൽക്കി എന്ന ഒരു കുഞ്ഞാണ്.
സുപ്രീമിയാസ്കിന് വേണ്ടത് കൽക്കിയുടെ ആ ഒരു പവർ സെറമായിട്ട് നേടിയെടുത്തിട്ട് ഏറ്റവും പവർഫുൾ ബീയിങ് ആവുക എന്നുള്ളതാണ്. പക്ഷേ കൽക്കി ജനിക്കുക എന്നുള്ളതാണ് അശ്വത്ഥാമാവിനും ബാക്കിയുള്ളവർക്കും വേണ്ടത്. ഒരുപക്ഷെ ബാക്കിയുള്ള ചിരഞ്ജീവികൾ ഇപ്പോൾ വേദവ്യാസനും അതേപോലെ ഹനുമാൻ, പരശുരാമൻ ഇവരെല്ലാവരും ഒരുപക്ഷെ അടുത്ത പാർട്ടിൽ വരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചിരഞ്ജീവികളും അതേപോലെ മനസ്സ് മാറി വരുന്ന എല്ലാം തിരിച്ചറിഞ്ഞ ഭൈരവയും ശമ്പളയിലെ ജനങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് സുപ്രീമിയാസ്കിനെതിരെ പോരാടുന്നതാകാം നെക്സ്റ്റ് പാർട്ടിലെ ഒരു മെയിൻ പ്ലോട്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ അവസാനം വരുന്നൊരു മെയിൻ പ്ലോട്ട് ഇങ്ങനെ ആവാം. അപ്പം അങ്ങനെ വരുമ്പോൾ കൽക്കിയുടെ ജനനത്തിന് വേണ്ടിയാണ് ഇവർ പോരാടുന്നത്. കൽക്കി ജനിക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ കൽക്കി ജനിക്കാതിരിക്കാൻ ആ പവർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കലി അഥവാ സുപ്രീമിയാസ്കിൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവഞ്ച്വലി കലി അഥവാ സുപ്രീമിയാസ്കിനെ എല്ലാവരും കൂടെ നശിപ്പിക്കുന്നു. അങ്ങനെ കൽക്കി ജനിക്കുന്നതിലൂടെ കലി ഇല്ലാതാവുന്നു. അതായത് കൽക്കി ലിറ്ററലി വന്ന് കലിയെ കൊല്ലുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. കൽക്കി എന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെ അതിനു മുമ്പേ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് കലിയെ നശിപ്പിക്കുന്നു. കൽക്കി ജനിക്കുന്ന ആ ഒരു മൊമെൻറ്റ് മുതൽ സത്യുഗം അതായത് കാലചക്രം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൽക്കിയുടെ ജനനം കലിയുഗം അവസാനിപ്പിക്കുകയും കലിയെ അവസാനിപ്പിക്കുകയും സത്യയുഗം വീണ്ടും, സത്യയുഗം എന്ന് പറയുമ്പോൾ കാലചക്രത്തിൻ്റെ തുടക്കമാണ്. സോ വീണ്ടും കാലചക്രം തന്നെ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചിരഞ്ജീവികളാണെങ്കിൽ തന്നെ ചിരഞ്ജീവികൾ എന്ന് പറയുമെങ്കിൽ കാലചക്രത്തിൻ്റെ അവസാനം വരെയാണ് അവരുടെ ആയുസ്. ഇപ്പോൾ ഈ അശ്വത്ഥാമ ആയിക്കോട്ടെ പരശുരാമൻ ആയിക്കോട്ടെ അവരൊക്കെ ചിലപ്പോൾ ഒരു ഫൈനൽ ബാറ്റിൽ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനുള്ള അർത്ഥം എന്ന് പറയുന്നത് കൽക്കി ജനിക്കുകയും വീണ്ടും സത്യയുഗം വരികയുമാണ്. കൽക്കിയാണ് കലിയുഗം ഇല്ലാതാക്കി സത്യയുഗം കൊണ്ടുവരുന്ന ഒരാളെന്നാണ് പറയപ്പെടുന്നത്. സോ അതിങ്ങനെ ആകാം കൊണ്ടുവരിക. അതായത് ഒരിക്കലും ഒരു വാരിയറായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യുകയൊന്നുമല്ല. സിമ്പിളായിട്ട് കൽക്കി ജനിക്കുന്നതിന് വേണ്ടി എല്ലാവരും പോരാടുന്നു. ഏറ്റവും അവസാനം ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കലി ഇല്ലാതാവുന്നു, കലിയുഗം ഇല്ലാതാവുന്നു, സത്യയുഗം ആരംഭിക്കുന്നു. അതിലൂടെ കാലചക്രം വീണ്ടും പുനരാരംഭിക്കുന്നു. എൻഡിങ്ങിൽ ഇങ്ങനെ കൽക്കിയുടെ ജനനം കാണിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ മിഡ് ക്രെഡിറ്റ് സീനായിട്ട് മത്സ്യാവതാരം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി പെർഫെക്റ്റ്. അതായത് വിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം, സത്യയുഗത്തിലാണ് മത്സ്യാവതാരം വരുന്നത്. അതിൽ നമ്മുടെ എവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളെല്ലാവരും ആദ്യം കടലിലുണ്ടായിരുന്ന ജീവികളായിരുന്നു, പിന്നീടാണ് അവിടുന്ന് എവല്യൂഷൻ സംഭവിച്ച് കരയിലോട്ട് വന്ന് മനുഷ്യനായിട്ട് മാറുന്നത്. സോ മത്സ്യാവതാരം നമുക്ക് അങ്ങനെയും സയൻറ്റിഫിക്കലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യാവതാരം കാണിക്കുന്നതിലൂടെ വീണ്ടും ലോകം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാലചക്രം റീസ്റ്റാർട്ട് ചെയ്തു, സത്യയുഗം വന്നു എന്ന ഒരു എൻഡിങ്ങിലൂടെ ഒരു പക്ക കിടിലം വിഷ്വലും കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് എൻഡിങ്. ഒരു ഫ്രാഞ്ചൈസിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എൻഡിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതെല്ലാം ഫാൻ തിയറികൾ മാത്രമാണ്, നടക്കാം നടക്കാതിരിക്കാം. പുരാണത്തെ പറ്റി അത്യാവശ്യം അറിവുള്ളതുകൊണ്ട് എല്ലാം കൂടെ കണക്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. എന്തായാലും കൽക്കി മൂവി എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആണെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണലി എനിക്ക് കൽക്കി ഇറങ്ങിയാൽ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നമ്മുടെ മിത്തോളജി അതും സയൻസ് ഫിക്ഷനുമായിട്ടൂടെ മെർജ് ചെയ്തിട്ടൊരു നല്ല പ്രൊഡക്റ്റാണ്. ലൈക്ക് മഹാഭാരതത്തിന് സീക്വൽ എന്ന രീതിയിലാണ് ഇപ്പോൾ കൽക്കി വന്നിരിക്കുന്നത്. അതിൻ്റെ ഇതൊരു വലിയ ഫ്രാഞ്ചൈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൾറെഡി ബുജിയാൻ ഭൈരവ ആനിമേറ്റഡ് സീരീസ് വന്നു, മാത്രമല്ല ഇനിയിപ്പോൾ സീക്വൽസ് വരും. കൂടാതെ ബാക്കി ക്യാരക്ടേഴ്സ് സ്പിൻ-ഓഫ്സ് വന്നിട്ട് വേണം പ്രീക്വലായിട്ടൊരു മഹാഭാരതം മൂവി സീരീസ് തന്നെ വേണമെങ്കിൽ നാഗേശിന് കൊണ്ടുവരാൻ സാധിക്കും. അത്ര വലിയ പൊട്ടൻഷ്യലുള്ള ഒന്നാണ് ഈ കൽക്കി യൂണിവേഴ്സ്. ആൻഡ് അങ്ങനെ ഒരു യൂണിവേഴ്സ് ഇവിടെ വന്നാൽ ഒരുപാട് ഹാപ്പിയാണ്. ആൻഡ് വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ നമ്മുടെ കൽക്കിയെക്കുറിച്ചിട്ടും അതേപോലെ മിത്തോളജീസിനെ പറ്റി, അപ്പോൾ ജസ്റ്റ് ഇന്ത്യൻ മിത്തോളജി മാത്രമല്ല എല്ലാ മിത്തോളജിയെ പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിത്തോളജിക്കൽ ഫനാറ്റിക്സ് കേരള എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ചേരണമെന്ന് താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. ആൻഡ് ഇത് ഫനാറ്റിക്സ് കമ്മ്യൂണിറ്റി എന്ന വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. പോപ്പ് കൾച്ചർ ബേസ് ആയിട്ടും അല്ലാതെ എഡ്യൂക്കേഷണൽ ബേസ് ആയിട്ടും ഒരുപാട് ഗ്രൂപ്പുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ലിങ്കിലൂടെ തന്നെ ആ ഗ്രൂപ്പ്സിലെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ബാക്കി വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്കൊരു പേജ് ഉണ്ട്, അതുകൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.